കേരള വിഷൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ബിസിനസ് സ്റ്റാറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പല എപ്പിസോഡുകളിലൂടെ ബോംബെയിലുള്ള ഒട്ടേറെ വ്യവസായികളുമായിട്ട് നമ്മൾ പരിചയപ്പെട്ടു, വിശേഷങ്ങൾ അറിഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ ബോംബെയിൽ മലാഡ് എന്ന സ്ഥലത്താണ്. എന്നോടൊപ്പം ഈ എപ്പിസോഡിലെ അതിഥി കണ്ണൂർ സ്വദേശിയായ ശ്രീ രവീന്ദ്രനാണ്. അദ്ദേഹത്തെ നമുക്ക് ബിസിനസ് സ്റ്റാറിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ബോംബെ നഗരത്തിൽ വന്നിട്ട് ഒരുപാട് നാളായോ? ഒരു 40 yearsആയി. 40 yearsആയി. ഓ ശരി. എങ്ങനെയായിരുന്നു ആദ്യത്തെ വരവൊക്കെ ബോംബെയിലോട്ട്? നമ്മുടെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ ഉണ്ടായിരുന്നു ഇവിടെ തന്നെ കുറേ വർഷമായിട്ട്. അവർ 60 ഓൺവേർഡ്സ് അവരുണ്ടായിരുന്നു ഇവിടെ തന്നെ. അപ്പോൾ അവരുടെ ഓൾറെഡി ബിസിനസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജോലി പഠിക്കാനും ആയിട്ടാണ് വന്നത് ബോംബെയിൽ. എന്ത് ബിസിനസ്സായിരുന്നു അച്ഛനെ? അവർ മോൾഡ് ഉണ്ടാക്കുക, പ്ലാസ്റ്റിക് മോൾഡ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ ഇതിലാണ് വന്നത് 1970. വിദ്യാഭ്യാസമൊക്കെ അവിടെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു. SLC നാട്ടിൽ വെച്ചിട്ട് കഴിഞ്ഞു. അതിനുശേഷം ഇങ്ങോട്ട് വന്നു. പിന്നെ അതിനുശേഷം ഉന്നത പഠനം ഇവിടെ ബോംബെയിലായിരുന്നു. എന്തുവരെ ആയിരുന്നു വിദ്യാഭ്യാസം? ഗ്രാജുവേഷൻ ഇൻ മോൾഡ് മേക്കിംഗ്. ഇവിടെയായിരുന്നു ബോംബെ VJTയിൽ. അപ്പോൾ അതിനോട് ആ പ്രൊഫഷനോടനുബന്ധിച്ചുള്ള ബിസിനസ്സാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട്? അതെ, അതിനോടനുബന്ധിച്ച്. അപ്പോൾ അന്ന് ആദ്യകാലത്ത് വരുമ്പോൾ ഇവിടെ അച്ഛൻ്റെ ബ്രദർ ഉള്ളതുകൊണ്ട് വേറെ അക്കോമഡേഷൻ മറ്റുള്ള കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല? ഇല്ല, അങ്ങനെ ഒരു ബാച്ചിലേഴ്സ് ലൈഫുമായുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അലയേണ്ടി ഒന്നും വന്നില്ല? ഇല്ല, അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അവർ ഫാമിലിയായിട്ട് ഇവിടെ ആയിരുന്നു അല്ലേ? അതെ. അന്ന് വരുമ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ അന്നത്തെ ബോംബെ എന്ത് തോന്നുന്നു അന്ന് ഇവിടെ വരുമ്പോൾ ഒരു അവസ്ഥ? അന്നത്തെ വളരെ എന്താ പറയുക, പോപ്പുലേഷനൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ ഇന്നത്തുള്ള അത്ര എന്താ പറയുക, ട്രാഫിക്കോ ഒന്നും വളരെ കുറവായിരുന്നു. അന്ന് ആദ്യം വന്ന് എവിടെ താമസിച്ചത്? മുംബൈ താമസിച്ചത് ബോംബെ സെൻട്രലിൽ. ബോംബെ സെൻട്രൽ എന്ന് പറയുമ്പോൾ അവിടെ ആ സ്ഥലത്തിന് എന്താ പറയുന്നത്? പ്രോപ്പറായിട്ട് താർദേവ് അവിടെയാണ് ഉണ്ടായിരുന്നത്. അന്ന് ഈ മലാഡൊക്കെ ഡെവലപ്ഡാണോ? വളരെ കുറവ്. ഇന്ന് കാണുന്ന മാതിരി ഒന്നും ഉണ്ടായിട്ടില്ല അന്ന് ആക്ച്വലി ബോംബെയിൽ ഏതൊക്കെ സ്ഥലങ്ങളാണ് ഡെവലപ്ഡ് ആയിട്ടുള്ളത് അന്ന് രവീന്ദ്രചേട്ടൻ വരുന്ന കാലം? വരുന്ന സമയത്ത് മലാഡ് വെസ്റ്റിൽ കുറച്ച് ഭാഗം മാത്രം. അന്ന് വന്നിട്ട് ആദ്യം ഈ അച്ഛൻ്റെ ബ്രദറിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തു. അതെ. അവിടെ എത്ര നാൾ വർക്ക് ചെയ്തു? അവിടെ ഒരു 7 വർഷത്തോളം വർക്ക് ചെയ്തു. അതേസമയം തന്നെ 4 കൊല്ലം പഠിച്ചുകൊണ്ടിരുന്നു. ഗ്രാജുവേഷൻ അവിടെ 4 വർഷമാണ്. 4 വർഷമായിരുന്നു. അപ്പോൾ അന്ന് അവിടെ ആക്ച്വലി എന്തായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്? അവിടെ ആക്ച്വലി മെഷീൻ ഷോപ്പിൽ ആയിരുന്നു വർക്കിംഗ്. പിന്നെ നമ്മുടെ തന്നെ റിലേറ്റീവിൻ്റെ വർക്ക്ഷോപ്പ് ആയതുകൊണ്ട് നമുക്ക് കുറേയും കൂടി സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഒരു വർക്കർ ലെവലായിരുന്നില്ല. പല ക്ലയൻസുമായിട്ടുള്ള ഇൻട്രഡക്ഷനൊക്കെ അന്നേ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അതൊക്കെ പിന്നീട് ഗുണം ചെയ്തു. തീർച്ചയായിട്ടും. 7 വർഷം കഴിഞ്ഞപ്പോൾ പിന്നീട് എന്തായിരുന്നു പ്ലാൻ? പിന്നെയാണ് നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങിയത്. ഇപ്പോൾ നടത്തുന്ന സ്ഥാപനമാണ്? അതെ. ആ സ്ഥാപനത്തിൻ്റെ പേരെന്താ? മൈക്രോടെക്. അതെ. അതിൽ ആക്ച്വലി എന്താണ്, മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആണോ? അതെ, മാനുഫാക്ചറിംഗ്. പ്ലാസ്റ്റിക്കിന് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള മോൾഡ് ഉണ്ടാക്കുക നമ്മുടെ ആക്ടിവിറ്റി. എനി മോൾഡ് കണക്റ്റഡ് ടു പ്ലാസ്റ്റിക്. മൈക്രോടെക്കിൻ്റെ തുടക്കത്തിൽ എത്ര ലേബേഴ്സ് ഉണ്ടായിരുന്നായിരിക്കും? അന്നൊരു 5 പേരുണ്ടായിരുന്നു. ചെറുതായിട്ട് തുടങ്ങിയല്ലേ? ചെറുതായിട്ട് തുടങ്ങിയതാണ്. റെൻ്റൽ ബിൽഡിംഗ് ആയിരുന്നല്ലോ പറഞ്ഞത്? അതെ, റെൻ്റലായിരുന്നു. അത് കണ്ട് പിന്നീട് ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. നമുക്ക് ജോലിക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ജോലി അന്നും നല്ല ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രാജുവലായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത്.